أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر. صدق الله العلي العظيم. الحمد لله അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا مطرودا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجمع الخير كله لنا يا رب العالمين. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടാൻ സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം പ്രതിഫലം ലഭ്യമാകുന്ന മീസാനിൽ കനം തൂങ്ങുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഈ ഇരുത്തത്തെയും ഈ സംസാരത്തെയും കേൾവിയെയും ഒക്കെ അല്ലാഹു ഏറ്റവും നന്നായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധിയുടെ ആത്മീയത എന്നതാണ് സംസാരിക്കാനുള്ള വിഷയം. ഇതൊരു പഠന സ്വഭാവത്തോടു കൂടിയുള്ള ഒരു വിഷയമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇതിൽ ഈ തരിപ്പിൻ്റെ ഒരു എലമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ വേറെന്തൊക്കെയോ കുറേ സംഗതികൾ പറഞ്ഞ് നിങ്ങളെ അടിച്ചു കയറ്റി ഇങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു സാധനം ഇതിലില്ല എന്നത് ഇതിൻ്റെ ഒരു പരിമിതിയാണ്. അപ്പം അതുകൊണ്ട് ഉറങ്ങാനുള്ള സാധ്യതകളെ നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ഉറങ്ങുന്നവർ പാപം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. ഉറക്കുന്നവരാണ് പാപികൾ. അതുകൊണ്ട് ഞാനാണ് തെറ്റുകാരൻ എന്ന നിലക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഒരു ആമുഖം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ആമുഖം വിഷയത്തിൻ്റെ ആമുഖമല്ല, വിഷയത്തിൻ്റെ ആമുഖത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു ആമുഖമായി ഇതിനെ മനസ്സിലാക്കണം. ശുദ്ധിയുടെ ആത്മീയത, സാധാരണ ആത്മീയതയുടെ വിശുദ്ധി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നേരെ തിരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ശുദ്ധിയുടെ ആത്മീയത, ശുദ്ധി, ത്വഹാറത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ സ്പിരിറ്റ് എന്താണ് എന്നതാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ശുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ്, ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നത് എൻ്റെ സംസാരത്തിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സ്പിരിറ്റ് എന്താണ് എന്നതുകൂടി വരുന്ന ഒരു സ്വഭാവത്തിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ഫിഖ്ഹിൻ്റെ ഭാഗമാണ്. ഇതാണ് ആദ്യം പറയാനുള്ളത്. നിങ്ങൾ നേരത്തെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട പഠന സാധനങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വരാനുണ്ട്. ഇപ്പോൾ ഫിഖ്ഹിൻ്റെ ഭാഗമാണ് ത്വഹാറത്ത് എന്ന് പറയുന്ന ഒരു സാധനം, ശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഫിഖ്ഹിൻ്റെ ഒരു പ്രത്യേകത, ഫിഖ്ഹ് അതിൻ്റെ പുറം പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുക. നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫിഖ്ഹ് അതിൽ സംസാരിക്കുക നമസ്കാരത്തിൻ്റെ റുക്കനുകൾ ഇന്നതൊക്കെയാണ്, നമസ്കാരത്തിൻ്റെ ഫർളുകൾ ഇന്നതാണ്, സുന്നത്തുകൾ ഇന്നതൊക്കെയാണ് എന്നാണ് പറയുക. അതേസമയം ഇത് മാത്രം അനുഷ്ഠിച്ചാൽ ആ നമസ്കാരം ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇത് സ്വീകാര്യയോഗ്യമാകുമോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് മാത്രം മതിയാവുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു, അബൂദർദ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ സഹാബിമാരിൽ കുറച്ചുകൂടി ആത്മീയമായ മേഖലയിൽ വളരെ കാർക്കശ്യം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്.
ഭൗതികമായ ജീവിതത്തോടൊക്കെ വിരക്തി പുലർത്തിയിരുന്ന, അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു അബൂദർദ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഹിജറ ചെയ്തെത്തിയ ആളുകളെ ഓരോരുത്തരെയും മറ്റുള്ളവർക്ക് സുഹൃത്തുക്കളായി, സഹോദരനായി നിശ്ചയിച്ചു കൊടുത്ത സന്ദർഭത്തിൽ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്തത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനാണ്. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഉമ്മുദ്ദർദ, അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മുദ്ദർദ മുഷിന്ന വേഷത്തിൽ ആകെ ക്ഷീണിതയായി കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് ഉമ്മുദ്ദർദ, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മുദ്ദർദ മറുപടി പറയുന്നത്, നിങ്ങളുടെ സഹോദരന് ഈ ലോകത്തോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നോടും അങ്ങനെയൊന്നും താല്പര്യമില്ല, അദ്ദേഹത്തിന് ഏതു നേരം ഇങ്ങനെ ഇബാദത്തിൽ മുഴുകിയാൽ മതി, ഇങ്ങനെയുള്ള ഒരു ജീവിത കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂടി രാത്രി ഒന്നിച്ച് ഇരിക്കുമ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ഉറങ്ങാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തോട് ഉറങ്ങാൻ പറയുന്നുണ്ട്. അപ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളെ പരിപാടി? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ പരിപാടി എന്താ? അപ്പോൾ എനിക്ക് നിസ്കരിക്കണം, എനിക്ക് കുറച്ചും കൂടി ഇബാദത്തുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തടയാണ്, അതൊന്നും വേണ്ട, പോയി കിടന്നുറങ്ങി. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എണീക്കുന്നു, വീണ്ടും കടത്തി ഉറക്കുന്നു. അവസാന സമയമായപ്പോഴാണ് അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ അനുവദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തഹജ്ജുദിൻ്റെ ആ സുബ്ഹിയോട് അടുത്ത് വരുന്ന ഒരു സമയത്ത് ഖിയാമുൽ ലൈലും തഹജ്ജുദും എല്ലാം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നു. ഇത് ഒരു സന്ദർഭത്തിലുള്ള ഒരു ഘട്ടത്തിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ഒരു സംഭവമാണ്. എന്നാൽ അബൂദർദ റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ ഇങ്ങനെയുള്ള ഒരു ജീവിത ശൈലി സ്വീകരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തെ മുൻനിർത്തി നിങ്ങളോട് ഈ സംഭവം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് സൂചിപ്പിച്ചത്. അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഖൗലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം, ഒരു വർത്തമാനമുണ്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഒരു നേരത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അത് മതി, എനിക്ക് ഈ ലോകത്തുള്ള മറ്റ് എന്തിനേക്കാളും ഹൈറായി ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അപ്പം ആരാണ് ഈ പറയുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫിഖ്ഹിൻ്റെ ഭാഷയിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഫിഖ്ഹിൻ്റെ ഭാഷയിൽ നമ്മൾ അമലുകൾ, പ്രവർത്തനങ്ങൾ നിർവഹിച്ചാലും അതൊക്കെയും അള്ളാഹുവിൻ്റെ അടുക്കൽ അതേ രൂപത്തിൽ അതിനൊക്കെയും പ്രതിഫലാർഹമായ സ്വഭാവത്തോടു കൂടി സ്വീകരിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതിന് ഫിഖ്ഹിൻ്റെയും അപ്പുറമുള്ള ഒരു ഭാഗം അതിലുണ്ട്. അതിനെ തസവുഫിൻ്റെ ഭാഗം, ആത്മീയതയുടെ ഭാഗം എന്നൊക്കെയാണ് അതിനെ വിശദീകരിക്കാറുള്ളത്. അതുകൂടി ശരിയായാൽ മാത്രമേ, ഇപ്പോൾ ഫിഖ്ഹ് കൈകാര്യം ചെയ്യുന്നത് ലാഹിറിനെ പ്രത്യക്ഷമായ സംഗതികളെയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഈ ലോകത്തുള്ള വ്യാവഹാരികമായ ഈ ലോകത്ത് നിങ്ങളുടെ നടപടിക്രമങ്ങളിൽ നിങ്ങളത് നിർവഹിച്ചു എന്നതിനുള്ള തെളിവ് മാത്രമാണ് പ്രത്യക്ഷമായ രൂപത്തിലുള്ള ഈ സംഗതികൾ. പക്ഷെ പടച്ചവൻ്റെ അടുത്തേക്ക് ഇത് എത്തുന്നത്, ഇതിൻ്റെ നിയ്യത്ത് ഇതിൽ വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പ്രവർത്തനം ഒരുപോലെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഇരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, ഇതാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം. പക്ഷേ പടച്ചവൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടുമ്പോൾ ഇതും അതും തമ്മിൽ മാറ്റമുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി നടക്കുന്ന കാര്യം ഇതാണെങ്കിലും നമ്മെ ഇതിന് ഇങ്ങോട്ട് എത്തിച്ച മോട്ടിവേഷൻ എന്നത് പ്രധാനമാണ്. ചില ആളുകൾ ഞാൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, മറ്റേ സാഹിബിനെ ഞാൻ എങ്ങനെ കാണുക, ഇങ്ങനെയുള്ള പല ഉദ്ദേശങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി ചിലതിന് പ്രതിഫലം കിട്ടുന്നില്ല, ചിലതിന് കൂടുതൽ പ്രതിഫലം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനകൾ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മൾ
അർഹമായ പ്രതിഫലം ലഭ്യമാവണം എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ. ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളതാണ്. അർഹമായ പ്രതിഫലം എന്തെങ്കിലും നമ്മളെ ഈ ഇരുത്തത്തിനൊക്കെ വല്ലതും കിട്ടാണ്ടാവുമോ? അർഹമായത് കിട്ടാനാണെങ്കിൽ നമ്മളുടെ ഇരുത്തത്തിനൊന്നും കിട്ടാണ്ടാവില്ല. പിന്നെ ഈ PSC പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ മൈനസ് മാർക്ക് എന്നൊക്കെ പറയില്ലേ, ചില ആളുകൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് അതിൻ്റെ തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഒക്കെ മൈനസായി പോയിട്ട് എടുത്തു കൊടുക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ തമാശ പറയാറുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒന്നും പലപ്പോഴും കിട്ടാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ജസാക്ക് അല്ലാഹു ഖൈറൻ കസീറൻ, ധാരാളം പ്രതിഫലം എന്നതാണ് പ്രാർത്ഥനയായി ഉണ്ടാവേണ്ടത് എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഭൗതികാർത്ഥത്തിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്നതിന് ഞാൻ ഇതിൻ്റെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട സംഗതികൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരാഴ്ചയിലുള്ള ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട വേറെ ചില സംഗതികൾ നമ്മൾ പ്രായോഗികമായ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ആത്മീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് ഇസ്ലാം ശുദ്ധിക്ക് ഇത്രമേൽ, വൃത്തി ത്വഹാറത്ത് എന്നതിന് ഇത്രമേൽ പ്രാധാന്യം കൽപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച് ആരംഭിച്ച, അതായത് വഹി ഇറങ്ങിയ ഘട്ടത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിന് അവതീർണമായ ആയത്തുകളാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആദ്യം അവതരിച്ച 5 ആയത്തുകൾക്ക് ശേഷം കുറച്ചു കാലം വഹി ഇറങ്ങാതെ നിൽക്കുന്ന ഒരു സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആഹ്വാനം ചെയ്യുന്ന ആദ്യ ഭാഗമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ആദ്യത്തെ 7 ആയത്തുകൾ അങ്ങനെ ഇറങ്ങിയതാണ്. യാ യുഹൽ മുദ്ദസ്സിർ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ മുന്നോടിയായി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതച്ചു മൂടി കിടക്കുന്നവനെ, ഖും ഫഅൻദിർ, എണീക്കുക, എന്നിട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. അപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി പോകുന്നതിനോടനുബന്ധിച്ചുകൊണ്ട് അത് നിർവഹിക്കുന്നതിന് മുമ്പായി മുന്നുപാധിയായി ഉണ്ടാവേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. വറബ്ബക ഫകബ്ബിർ, ആദ്യം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം, തക്ബീർ മുഴക്കണം, എല്ലാം അള്ളാഹു ആകുന്നു എന്ന് പ്രഖ്യാപിക്കാൻ, അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കണം, വൃത്തിയാക്കണം. വറുജ്സ ഫഹ്ജുർ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. വലാ തംനുൻ തസ്തക്തിർ, ഔദാര്യം ചെയ്യുമ്പോൾ, ദാനം ചെയ്യുമ്പോൾ കൂടുതൽ വാങ്ങുന്ന ആൾ തിരിച്ച് പ്രത്യുപകാരം ചെയ്യണം എന്നാഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേറെ കൂടുതലായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്യരുത്. വലി റബ്ബിക ഫസ്ബിർ, ഈ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, അതിൽ അടിയുറച്ച് നിൽക്കുവാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള ഈ ആദ്യ 7 ആയത്തുകൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ അയാളുടെ ഇസ്ലാമിക പ്രവർത്തന മേഖലയിലേക്ക് തിരിക്കുന്നതിന് മുമ്പായി അയാളുടെ ജീവിതത്തിൽ മുന്നോടിയായി ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒന്നാണ്, ഇപ്പോൾ നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്, വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രത്തെ ശുദ്ധീകരിക്കണം. അപ്പോൾ അതിനെ പണ്ഡിതന്മാർ പല സ്വഭാവത്തിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. വസിയാബക ഫതഹിർ, വസ്ത്രം ശുദ്ധീകരിക്കണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശം? ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കും? വസ്ത്രം, ഈ സാധാരണ ധരിക്കുന്ന വസ്ത്രം അത് ശുദ്ധിയാക്കി വൃത്തിയിൽ കൊണ്ടു നടക്കണം എന്ന് തന്നെയാണോ? അതല്ല വേറെന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ ഉദ്ദേശം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വല്ല സംഗതികളും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ പറഞ്ഞാൽ. ഖൽബിൻ്റെ ശുദ്ധീകരണം, മനസ്സിൻ്റെ ശുദ്ധീകരണം. അപ്പോൾ ഇതിനെ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നിടത്ത് പിന്നെ ഇതിൽ യഥാർത്ഥത്തിൽ വസ്ത്രം ശുദ്ധീകരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് എന്ന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അത് അതിൻ്റെ
ഒരു വിശദീകരണത്തിൽ വരുന്നുണ്ട്. എന്ത് വസ്ത്രം തന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മനസ്സ് നന്നാക്കി പുറംകോലം വൃത്തികേടാക്കി നടത്തുക എന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് വസ്ത്രം ധരിക്കുന്നത്? ഔറത്ത് മറയാൻ മാത്രമല്ലല്ലോ. ഔറത്ത് മറയാനാണെങ്കിൽ ഇപ്പോൾ പുരുഷന്മാർ ധരിക്കേണ്ടതൊക്കെ എന്താണുള്ളത്? പക്ഷെ ഔറത്ത് മറയുക എന്നത് മാത്രമല്ല, ഒരു അലങ്കാരവും മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെ ഫിസിക്കൽ അപ്പിയറൻസ് ക്ലിയർ ആവണം. ഇപ്പോൾ നമ്മൾ മുടി ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് ഏത് നേരത്ത് കാണാൻ നമ്മൾ കണ്ണാടി പിടിച്ച് നിൽക്കണമെന്നില്ലല്ലോ. പക്ഷെ നമ്മൾ മുടി ചെയ്യുന്നു, നമ്മൾ ക്രീമൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മളെ എന്താ പറയുക പുട്ടിയിട്ട് സെറ്റാക്കി നിർത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇത് വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറേബ്യൻ സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറേബ്യൻ സമൂഹത്തിൽ അവർ ധാർമ്മികമായി സാമൂഹികമായി അധപ്പതനത്തിലായിരുന്നു, ജാഹിലി ഘട്ടം എന്ന് അതിനെ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ വൃത്തിയുടെ കാര്യത്തിൽ അതിലും ഭയങ്കര മോശമായ ഒരു സൊസൈറ്റി ആയിരുന്നു അവർ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനവുമായി എണീറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി അയാളുടെ മനസ്സ് ഉള്ള് എത്രമാത്രം ശുദ്ധീകരിക്കുന്നുവോ അത്ര തന്നെ പുറവും വൃത്തിയുള്ളതാക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ത്വഹാറത്ത് എന്ന് പറയുന്ന, ഇപ്പോൾ ഈ അറേബ്യൻ സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, ആധുനിക കാലഘട്ടത്തിലെ ഈ പുരോഗമനവാദികൾ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ മര്യാദക്ക് ഈ യൂറോപ്പിനെ പല്ല് തേക്കാൻ പഠിപ്പിച്ചത് മുസ്ലിങ്ങളാണെന്നാണ്. അങ്ങനെയൊന്നും ഒരു ലെവലിൽ നടക്കാത്തിരുന്ന ഒരു വിഭാഗത്തെ പല്ല് തേച്ച് വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിച്ചത് മുസ്ലിങ്ങളും ഇസ്ലാമിൻ്റെ സങ്കല്പവുമാണ് എന്ന് നമുക്ക് അവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ത്വഹാറത്ത് എന്ന് പറയുന്ന ശുദ്ധി എന്നതിന് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന പദമാണ് ത്വഹാറത്ത്. ഇതിന് സമാനമായ മറ്റ് പല ഭാഷകളിലും അതിന് വേർഡ് പോലും ഇല്ല എന്നാണ്. അതായത് ശുദ്ധി എന്നൊരു കൺസെപ്റ്റ് പോലും ഒരു സമൂഹത്തിന് ഇല്ലാതെ പോയ ഒരു ഘട്ടം. അവിടെയാണ് ഇസ്ലാം ഇത്രമേൽ പ്രാധാന്യത്തോടു കൂടി ത്വഹാറത്തിനെ കുറിച്ച്, എത്രയെന്ന് വെച്ചാൽ നമ്മൾ ഫിഖ്ഹി കിതാബുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും ആദ്യം സംസാരിക്കുക ത്വഹാറത്തിനെ കുറിച്ചാണ്, ശുദ്ധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വസിയാബക ഫത്വഹിർ, ഇപ്പോൾ വസ്ത്രം ശുദ്ധീകരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അതിൽ വളരെ പ്രധാനമാണ് എന്നതിനെ വിശദീകരിക്കുന്നു. പിന്നെ വസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടയാളമാണെന്നാണ്. അപ്പോൾ രാജാവാണെങ്കിൽ രാജകീയമായ വസ്ത്രമുണ്ടാവും. അങ്ങനെ ഓരോ വ്യക്തിയുടെയും ഒരു റൗഡി ആകുമ്പോൾ അയാളുടെ വസ്ത്രത്തിൻ്റെ രീതി വേറെ ഒരു ടൈപ്പായിരിക്കും. ഇത് ഒരു മാന്യൻ്റെ വസ്ത്രത്തിന് അതിൻ്റേതായ ഒരു രീതി ഉണ്ടാകും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി കൂടി ഇതിലൂടെ പ്രധാനമായി പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് വസിയാബക ഫത്വഹിർ എന്ന് ആ രൂപത്തിൽ തന്നെ പറയാൻ കാരണം എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. പിന്നെ സ്വഭാവത്തെ നേരത്തെ സൂചിപ്പിച്ച ഹൃദയം വിശുദ്ധി, സ്വഭാവ ശുദ്ധീകരണം. അയാൾ നല്ല വസ്ത്രക്കാരനാണ് എന്ന് പറഞ്ഞാൽ അയാൾ നല്ല സ്വഭാവക്കാരനാണ് എന്ന പ്രയോഗം പോലും അറബി ഭാഷയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വസിയാബക ഫത്വഹിർ എന്ന് പറഞ്ഞതിന് ശേഷം വറുജ്സ ഫഹ്ജുർ, തിന്മകളിൽ നിന്ന് അഴുക്കുകളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയുന്നു. വലാ തംനുൻ തസ്തക്തിർ, കൂടുതലായി കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്യാൻ നിൽക്കരുത്. എന്ന് പറഞ്ഞാൽ എനിക്കെന്തൊക്കെയോ കുറേ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ആദ്യം വസ്ത്രധാരണത്തെക്കുറിച്ചും വസ്ത്രത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അഴുക്കുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറയുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ഉദ്ദേശശുദ്ധി, ഇതാണ് ആന്തരികമായ ശുദ്ധിയോടുകൂടി ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയണം എന്ന് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അള്ളാഹുവിനെ മാത്രമാക്കുക എന്നതിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ നമ്മൾ ഫിസിക്കലി ഇതാണ് ശുദ്ധിയുടെ ആത്മീയത എന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഭൗതികമായ അർത്ഥത്തിൽ ശുദ്ധീകരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം കൂടി ഇതിൽ വളരെ പ്രധാനമാണ്. ആത്മാവിനെയും ആത്മീയതയെയും ശുദ്ധീകരിച്ചെടുക്കുക എന്നത് പ്രധാനമായ ഒരു സംഗതിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ വുളു എടുത്ത്
നമസ്കരിച്ച് എല്ലാ സംഗതികളും നിർവഹിക്കുമ്പോഴും എൻ്റെ ഒരു നേരത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ഒരു വിവരം എനിക്ക് കിട്ടിയാൽ തന്നെ എനിക്കത് മതിയാവുന്നതാണ് എന്ന് പറയാൻ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ച ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ ശുദ്ധി കൺസെപ്റ്റ് ആ ഒരു ആത്മീയ ലെവലിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ശുദ്ധി എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇസ്ലാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഹദീത്ത് കിതാബുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഫിഖ് കിതാബുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് ശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 2 തരം ത്വഹാറത്തിനെ കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നുണ്ട്. 2 തരം ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധി എന്നാണ് കേട്ടോ. ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ത്വഹാറത്ത് എന്ന് പറയുമ്പോൾ പ്രയാസം തോന്നരുത്. 2 തരം ത്വഹാറത്തിനെ കുറിച്ച്, ശുദ്ധീകരണത്തെക്കുറിച്ച് ഇസ്ലാം സംസാരിക്കുന്നുണ്ട്. ഒന്ന് മാനസികമായ വിശുദ്ധിയാണ്, രണ്ടാമത്തേത് ശാരീരികമായ വിശുദ്ധിയാണ്. അപ്പോൾ ശാരീരികമായ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതിക സ്വഭാവത്തോടു കൂടി നമ്മളുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു, ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. ഭൗതികമായ അർത്ഥത്തിൽ നമ്മൾ കാണുന്ന ശുദ്ധീകരണ സംഗതിയാണ്. പക്ഷേ മനസ്സിൻ്റെ ശുദ്ധീകരണം ഇതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിന് മാത്രമാക്കി നമ്മളുടെ അമലുകളെ മാറ്റിയെടുക്കുക എന്നതാണ് മനസ്സിൻ്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ആത്മാവിനെയും ആത്മീയതയെയും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തമാക്കി നിർത്തുക. ഇപ്പം ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അയാൾക്ക് ഉയർന്നു വരാൻ കഴിയാമെന്നാണ്. ഇസ്ലാമിലെ 2 പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന് തഖ്വ എന്ന് പറയും, മറ്റൊന്ന് ഇഹ്സാൻ എന്ന് പറയും. തഖ്വ എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെ ഭാഗമായി നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, നിർബന്ധമായ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നു. ഇത് തഖ്വയുടെ ഭാഗമാണ്. ഇതെന്തുകൊണ്ട് നിർവഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇഹ്സാൻ എന്ന് പറയുന്നത് അതിനേക്കാൾ ഉയർന്ന ഒരു ലെവലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, വാജിബുകൾ അനുഷ്ഠിക്കുന്നു എന്നതിനപ്പുറമുള്ള ഒരു തലം. ഞാൻ അള്ളാഹ് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും ഒരുപാട് സുന്നത്തായ പ്രവർത്തനങ്ങളുണ്ട്, ഇതൊക്കെ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന ഒരു തലത്തിലേക്ക്, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യൻ്റെ പ്രവർത്തനം ഇഹ്സാനോടുകൂടി പരിപൂർണതയോടുകൂടി നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മാനസിക വിശുദ്ധി കൈവരിക്കുമ്പോഴാണ്. അള്ളാഹു എന്ന് പറയുന്നത് ഞാൻ അമലുകൾ നിർവഹിക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ഈ ഭൗതികമായ കാഴ്ചപ്പാടുകളോ ഭൗതികമായ മാപിനികളോ അല്ല എൻ്റെ അമലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു CCTVയുടെ മുമ്പിൽ നിന്നുകൊണ്ടല്ല ഞാൻ ഈ അമലുകൾ ചെയ്യുന്നത് എന്നത്. അതിനൊക്കെയും അപ്പുറമുള്ള അള്ളാഹു എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ മുമ്പിലാണെന്ന ബോധമാണ് യഥാർത്ഥത്തിൽ ശുദ്ധിയുടെ ആത്മാവ് എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിനെ ആ അർത്ഥത്തിൽ ശുദ്ധീകരിച്ചെടുക്കുക എന്നതാണ് ശുദ്ധിയുടെ ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉള്ളിലും പുറത്തുമുള്ള എല്ലാ അഴുക്കുകളെയും ഇല്ലാതാക്കുവാൻ ഒരു വിശ്വാസി അതിലൂടെ ശ്രമിക്കും എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ആളുകൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ന്യൂനതകൾ കാണുന്നുണ്ടോ എന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ ഇതെല്ലാം സമർപ്പിക്കുന്നത്. അതുകൊണ്ട് അതതിൻ്റെ പരിപൂർണതയോടുകൂടി നിർവഹിക്കുവാൻ, ഏറ്റവും സുന്ദരമായ രൂപത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകും എന്നതാണ് ഈ വിശുദ്ധിയുടെ ആത്മാവിലെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അമലുകൾ നിർവഹിക്കുമ്പോൾ സാധ്യമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഫിഖ് കിതാബുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ നമസ്കാരത്തിൻ്റെ ഫർളുകൾ സംസാരിക്കുന്നിടത്ത് ആദ്യം പറയുന്ന ഏതൊരു അമലിൻ്റെയും ഫർള് റുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നിടത്ത് ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് നിയ്യത്ത് എന്ന് പറയുന്ന സാധനമാണ്. ഇതാണ് ഫർളായ ഒരു സംഗതിയായിട്ട്. ഇപ്പോൾ നമസ്കരിക്കുന്നു, നമസ്കാരത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫർള് ഏതാണെന്ന് വെച്ചാൽ നിയ്യത്ത് ശരിയാവുക. വുളു എടുക്കുമ്പോൾ എന്താണ് നിയ്യത്ത്? എല്ലാ പ്രവർത്തനങ്ങളുടെയും ആദ്യ പടി നിയ്യത്ത് ശരിയാക്കണം എന്ന് കാണുന്നത് ഈ വിശുദ്ധിയുടെ പൂർത്തീകരണം. നമ്മൾ
ഭൗതികമായ അർത്ഥത്തിൽ ഈ അമലുകളൊക്കെ നിർവഹിക്കുമ്പോഴും അതിൻ്റെ പൂർത്തീകരണത്തിന് മാനസികമായ വിശുദ്ധി അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ഫിഖ് കിതാബുകളൊക്കെയും നീയത്തിനെ കുറിച്ച് ഇത്രമേൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുക. അപ്പം അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൃത്തിയുടെ ത്വഹാറത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായ അർത്ഥത്തിൽ നമ്മൾ ശുദ്ധീകരണങ്ങൾ വരുത്തുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിനെയും ഇത് അള്ളാഹുവിന് മാത്രമുള്ളതായി നിർവഹിക്കുന്ന ഒരു പ്രവർത്തനമായി അതിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ് ശുദ്ധിയുടെ ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശുദ്ധി സങ്കല്പം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ജന്മന എന്താ പറയുക, മനുഷ്യന്മാർക്കിടയിൽ ആളുകൾ പലരും ഇങ്ങനെ ജന്മന ഉണ്ടാകുന്ന ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങൾ നമുക്ക് ധാരാളമായി കാണുവാൻ കഴിയും. വംശീയതയുടെയും ജാതീയതയുടെയൊക്കെ അടിസ്ഥാനം ജന്മന ലഭ്യമാകുന്ന ശുദ്ധിയും അശുദ്ധിയുമാണ് എന്നാണ്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന ശുദ്ധിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അത് ഭൗതികമായ രൂപത്തിൽ ഒരു മനുഷ്യൻ ശാരീരികമായ ശുദ്ധീകരണം വരുത്തുന്നതോടൊപ്പം തന്നെ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കുവാൻ ഏതൊരു മനുഷ്യനും ആന്തരിക ശുദ്ധിയോടുകൂടി ശരീരം ശുദ്ധീകരിച്ചാൽ അവന് വിശുദ്ധിയിലെത്താമെന്നതാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ള ഭൗതികമായ അർത്ഥത്തിൽ ശുദ്ധി അശുദ്ധി സങ്കല്പം വരുന്നത് ജന്മന ലഭ്യമാകുന്ന ഒരു സംഗതിയായിട്ടാണ് അതിനെ പരിചയപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാമിലെ ഈ ശുദ്ധിയെക്കുറിച്ച് അവസാന ഭാഗം എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ശുദ്ധിയെക്കുറിച്ച സംസാരം നമുക്ക് എടുത്തു പരിശോധിച്ചു. ഇസ്ലാമിൻ്റെ മൊത്തം ഈ ശുദ്ധി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇബാദത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇസ്ലാമിൽ ആരാധനാപരമായ ഒരു അമലിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആരാധനകളുടെ ഒരു പ്രത്യേകത, അതിൻ്റെ യുക്തി എന്താണ് എന്ന് നമുക്ക് കൃത്യപ്പെടുത്തി പറയാൻ പറ്റില്ല. നമുക്കതിൻ്റെ യുക്തി ഇന്നതൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ പറ്റും, പക്ഷെ അത് തന്നെയാണ് അതിൻ്റെ യുക്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നോമ്പ് എന്തുകൊണ്ട് നിർബന്ധമാക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണങ്ങൾ, അതിൻ്റെ യുക്തിയെക്കുറിച്ച് കുറേ സംസാരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുന്ന ആളുടെ വേദന അറിയാൻ വേണ്ടി നമുക്ക് നോമ്പ്, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം, ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ പട്ടിണി കിടക്കുന്നവൻ്റെ വേദന അറിയാനാണ് നോമ്പ് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ്. കാരണം അങ്ങനെയാണെങ്കിൽ എന്നും പട്ടിണി കിടക്കുന്ന മനുഷ്യനെ പിന്നെ എന്തിനാണ് റമദാനിൽ നോമ്പെടുക്കേണ്ട ആവശ്യം? അയാൾ നോമ്പെടുക്കണം എന്നതാണ്. അപ്പോൾ ഇസ്ലാമിലെ ചില സംഗതികളുടെ ഈ സംഗതിയുടെ കൺസെപ്റ്റിൽ, അപ്പോൾ അതുകൊണ്ടാണ് ശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മാനസികമായ ശുദ്ധീകരണം വളരെ പ്രധാനമാണ് എന്നതുകൊണ്ടാണ് ഇസ്ലാമിലെ ചില സാധനങ്ങൾ, ഇപ്പോൾ തയമ്മും, ഇപ്പോൾ വുളു എടുക്കാൻ പറ്റില്ല. വുളു എടുക്കാൻ ഒരാൾക്ക് പറ്റൂല്ലെങ്കിൽ അയാളുടെ മുമ്പിലുള്ള ഓപ്ഷനാണ് തയമ്മും. തയമ്മുമിന് എന്ത് യുക്തിയാണുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്താണ് അതിനുള്ള ഒരു യുക്തി? അപ്പോൾ അതുപോലെ തന്നെ ഈ കിഴുവായി പോയാൽ വുളു പോവും. എന്നാൽ അതിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് വുളു എടുക്കാൻ വേണ്ടി പറയുന്നു. നമ്മൾ ഷൂ തടവാൻ, ഹുഫ തടവാൻ വേണ്ടി പറയുമ്പോൾ അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഇസ്ലാം യുക്തിയുടെ അടിസ്ഥാനത്തിലല്ല മൊത്തം സംഗതികൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹുഫയുടെ മുകളിൽ തടവാൻ പറയില്ല. നമ്മൾ എപ്പോഴും മുകളിലാണല്ലോ തടവുക. യഥാർത്ഥത്തിൽ അടിയിലാണ് ചളിയും മറ്റു സംഗതികളൊക്കെ ഉണ്ടാകുന്നത്. അടിയിൽ തടവാനല്ല ഇസ്ലാം ഇതിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇസ്ലാമിലെ ശുദ്ധിയാക്കലിന് ഭൗതികമായ അർത്ഥങ്ങളുള്ള കഴുകലും തുടക്കലും മാത്രമല്ല അടിസ്ഥാനം എന്നുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ശുദ്ധി സങ്കല്പം എന്ന് പറയുന്നത്, ഒന്ന്, ഒരു സൊസൈറ്റിയിൽ ശുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെച്ച വലിയ ഒരു ആശയമാണ്. കാരണം ശുദ്ധീകരണം, ശാരീരിക ശുദ്ധി വരുത്തൽ, അതുപോലെ തന്നെ മറ്റ് രൂപത്തിലുള്ള, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച യൂറോപ്പ് പോലും മര്യാദക്ക് വൃത്തിയിൽ നടക്കാൻ തുടങ്ങിയത് ഇസ്ലാമിക മുസ്ലിം സമൂഹവുമായിട്ടുള്ള എൻഗേജ്മെൻറ്റിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ത്വഹാറത്ത്, ശുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇബാദത്തുകളെ കുറിച്ച് സംസാരിക്കുന്നിടത്തൊക്കെ ഏറ്റവും ആദ്യമായി ശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നത്. രണ്ടാമത്തെ ഒന്ന്, ഭൗതിക സ്വഭാവത്തോടു കൂടിയുള്ള, ഞാൻ സംസാരിച്ച വിഷയത്തിലേക്ക് അതിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത്, ശുദ്ധീകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഭൗതികമായ അർത്ഥത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ശുദ്ധീകരണം എന്നതിലപ്പുറം ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മാത്രമായി കൊണ്ട്
അമലുകൾ നിർവഹിക്കുവാൻ സാധ്യമാവുക എന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. മൂന്നാമത്തെ ഒന്ന്, ഇസ്ലാമിൻ്റെ ശുദ്ധി സങ്കല്പത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ജന്മനാ ലഭ്യമാകുന്ന ആളുകൾക്ക് ഒരു വിഭാഗം ശുദ്ധരും മറുവിഭാഗം അശുദ്ധരുമായി തീരുന്നത് ഒരിക്കലും ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വ്യക്തിയുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം അതിൽ വളരെ പ്രധാനമാണ്. അങ്ങനെ ശരീരത്തെ മനസ്സ് അഴുക്കോടുകൂടി നിന്ന് അഹങ്കാരവും ഗർവുമായിക്കൊണ്ട് മറ്റുള്ളവരോടുള്ള പുച്ഛവും വിദ്വേഷവുമായി നിന്നുകൊണ്ട് എൻ്റെ ശരീരത്തെ വൃത്തിയാക്കി നടക്കുന്നതിൽ യാതൊരു ശരിയുമില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതാണ് മൂന്നാമതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നാലാമത്തത്, ഇസ്ലാമിൻ്റെ ശുദ്ധിയെക്കുറിച്ച് ഇസ്ലാം അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാടിൽ അതിന് ഭൗതികമായ മാനദണ്ഡങ്ങൾക്കപ്പുറമുള്ള കാഴ്ചപ്പാടുകൾ അതിൽ വരുന്നു എന്നതുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശുദ്ധീകരിക്കാൻ വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില മാർഗങ്ങൾ, അതിൻ്റെ യുക്തി എന്താണ് എന്ന് അന്വേഷിച്ചാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാത്ത സംഗതികൾ ഉണ്ടായിരിക്കെ തന്നെ ശുദ്ധിയുടെ ഭാഗമായി, ശുദ്ധിയുടെ പ്രവർത്തനങ്ങളായി അതിനൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് ആന്തരിക ശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ ബിഗൈരി തഹൂർ, ശുദ്ധിയില്ലാതെ നിർവഹിക്കുന്ന നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ വലാ സ്വദഖത്തിൻ മിൻ ഗലൂൽ, ആളുകളെ വഞ്ചിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടുണ്ടാക്കിയ മുതലിൽ നിന്നും സ്വതക്ക കൊടുക്കുന്നതും അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അമലിൻ്റെ സ്വീകാര്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് നിങ്ങൾ ഭൗതികമായ രൂപത്തിൽ, പ്രത്യക്ഷ രൂപത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സംഗതികളോ അതിൽ നിങ്ങൾ നിർവഹിക്കുന്ന കാര്യമോ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി അയാളുടെ കയ്യിൽ വരുന്ന സമ്പാദ്യം എന്താണോ അത് വിതരണം ചെയ്താൽ അയാൾക്ക് സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കേണ്ടതാണ്. പക്ഷേ അത് അന്യായമായാണ് അയാളുടെ കയ്യിലേക്ക് വരുന്നതെങ്കിൽ അത് അള്ളാഹ് സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ശുദ്ധമായ അവസ്ഥയിൽ നിന്നുകൊണ്ടല്ലാതെ മറ്റ് പല വിചാരങ്ങളിൽ നിന്നുകൊണ്ടാണ് അമലുകൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ അള്ളാഹു അതൊരിക്കലും സ്വീകരിക്കുകയില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് നമ്മളുടെ മുമ്പിൽ ഉണ്ടാവണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗല് അതും നമ്മളുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെയും സ്വീകരിക്കാൻ വേണ്ടി അത് പ്രത്യക്ഷമായ രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ അതേപോലെ തന്നെ സ്വീകരിക്കുവാൻ ഇങ്ങനെ അള്ളാഹു കാത്തു നിൽക്കുന്നു എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് നമ്മളുടെ നീയത്ത്, നമ്മളുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം, ആത്മീയമായ സ്വഭാവത്തോടു കൂടി അതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ അമലുകളെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ പോരായ്മകളൊക്കെയും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.